മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജതിഹി യൗമ അറഫാ. അറഫാ ദിവസം ഹജ്ജിന്റെ വേളയിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതേ മിർഖാത്തുൽ മഫാത്തിഹ് ശർഹ് മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥത്തിന്റെ പവിത്രമായ ഗ്രന്ഥത്തിലെ ഇമാം മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തു റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കണ്ടു. അറഫാ ദിവസം അല്ലാഹുവിന്റെ റസൂൽ നാഖത്തുകളോട് സംസാരിക്കുകയാണ്. അവരോട് ഇങ്ങനെ സംസാരിക്കുന്നത് അതേ ഹജ്ജിന്റെ വേളയിൽ കൊണ്ടുവന്ന ഒട്ടകങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് മുത്തു റസൂലുള്ളാഹി തങ്ങളെ നമ്മളിങ്ങനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടോ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി തറക്തു ഫീകും മാ ഇൻ അഖൽതും ബിഹി ലൻ തുളില്ലൂ. രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്. പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിക്കുകയാണ്. യാ ജനങ്ങളെ, അതിനെ എങ്ങാനും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, അതിനു വേണ്ടി നിങ്ങൾ ഖിദ്മത്ത് ചെയ്താൽ, അത് ജീവിതത്തിൽ പരാതെ കൊണ്ടു നടക്കുന്നവരായാൽ, അത് ജീവിതത്തിൽ പൊന്നുപോലെ സൂക്ഷിക്കുന്നവരായാൽ, അതേ നിങ്ങൾ പിഴക്കൂല, നിങ്ങൾ മോശമാകൂല. നിങ്ങളെ പഴപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങളുടെ വിജയത്തിനത് കാരണമാണ്. നിങ്ങളുടെ ആഖിറത്തിലേക്കുള്ള വിജയത്തിന്, നിങ്ങളുടെ ദുനിയാവിലുള്ള വിജയത്തിന് അത് കാരണമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ രണ്ട് കാര്യമെന്നറിയുമോ? അതിന് നമ്മൾ മുറുക്കെ പിടിച്ചാൽ നമ്മൾ മോശമാവുകയില്ല, പിഴച്ചു പോവുകയില്ലെന്ന് പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന് കിതാബല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ നിങ്ങൾ പരാജയപ്പെടൂല. ആ ഖുർആനിന്റെ ഖിദ്മത്തിലായി, ആ ഖുർആനിനെ പാരായണം ചെയ്യുന്നവരായി, ആ ഖുർആനിനെ അനുധാവനം ചെയ്യുന്നവരായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല, നിങ്ങൾ ഒരിക്കലും മോശമാവുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറഞ്ഞ കാര്യം, വയതുറതി അഹ്ല ബൈതി, എന്റെ കുടുംബമാണ്, എന്റെ അഹ്ലു ബൈത്താണ്. അവരെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, അവരെ പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ, അവർക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്താൽ, അവരുടെ കീഴിലായി നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾ പിഴക്കൂല, നിങ്ങൾ മോശമാകൂല. രണ്ടു കാര്യങ്ങൾ ഉപേക്ഷിച്ച് മുത്തു റസൂലുള്ളാഹി തങ്ങള് ഈ ഭൗതികമായ ലോകത്ത് നിന്ന് യാത്ര പോയപ്പോ അല്ലാഹുവിന്റെ റസൂല് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മദനീയം കുടുംബം അവിടുത്തെ കുടുംബത്തെ ചേർത്ത് പിടിച്ചത്, അവിടുത്തെ കുടുംബത്തിന്റെ കൈ പിടിച്ചത്, അവിടുത്തെ കുടുംബത്തിനെ അതേ വീടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്, വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് മുത്തു റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് നൽകിയ വലിയ അമാനത്തുകളാണ്. അവരെ ഏറ്റെടുക്കണം, അവരെ കൈപിടിക്കണം, അവർക്ക് ഖിദ്മത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹ്, മദനീയം കുടുംബത്തിന് ആ വലിയ ഭാഗ്യം അല്ലാഹു തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ജീവിതകാലം മുഴുവനും ആ അഹ്ലു ബൈത്തിന്റെ ഖിദ്മത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അഹ്ലു ബൈത്തിന് ഖിദ്മത്ത് ചെയ്യുകയാണ്.
രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ കിതാബ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു മഹനീയമായ അവസരമാണ് ഈ സംവിധാനത്തിലൂടെ നമുക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ പഠന കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും നല്ല ഖുർആനിന്റെ ഒരു പഠന കേന്ദ്രം, എല്ലാവർക്കും വന്ന് ഖുർആൻ മനോഹരമായി പഠിക്കാനും ആശയങ്ങളെ ഉൾക്കൊള്ളുവാനും വെർച്വൽ സംവിധാനത്തോടുകൂടെ, ഏറ്റവും നല്ല തിയേറ്റർ സംവിധാനത്തോടുകൂടെ ഖുർആനിന്റെ മാസ്മരികതകളെ, ഖുർആനിന്റെ അർത്ഥവത്തായ ആവശ്യകതയെ, ഖുർആനിന്റെ ഏറ്റവും മഹത്തായ ആശയങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുവാനും, ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ഖുർആനിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കടന്നു വരാൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ മഹനീയമായ മനോഹരമായ ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നതും അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നതും. അള്ളാഹു നമുക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരുമിച്ച് കൂടപ്പെട്ട ഈ സദസ്സ് കൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അള്ളാഹു നമുക്കത് പൂർത്തിയാക്കി തരിക തന്നെ ചെയ്യും. യാതൊരു സംശയവും അതിൽ വേണ്ട. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു ഗൗസുൽ ആലം തങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഈ മദനീയ മജ്ലിസിലെ ഖുതുബിയ്യത്തിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് ഒരു കുടുംബം മാഷാ അല്ലാഹ് അവരുടെ ശരീരത്തിൽ മാരകമായ രോഗം, ആ രോഗത്തിന് വേണ്ടി പരിഹാരം വേണം, ഹോസ്പിറ്റലുകളിൽ പോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അവര് കൃത്യമായി നമ്മുടെ മദനീയത്തിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തു, അവർ ഈ ഖുതുബിയ്യത്തിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തു. അൽഹംദുലില്ലാഹ് അവരെ മദനീയത്തിന്റെ മജ്ലിസുകളിലൊക്കെ പങ്കെടുത്ത് മുന്നിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്ക് അവര് തന്നെ മന്ത്രിച്ച് ഊതി ആ വെള്ളം അവര് കുടിച്ച് മിംസ് ഹോസ്പിറ്റലിൽ പോയി അവര് പരിശോധിച്ചു നോക്കിയിട്ട് ഡോക്ടർമാര് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം കാണുന്നില്ല. എവിടെയാണ് നിങ്ങളുടെ രോഗം പോയത്? അത്ഭുതകരമായ വലിയ ശിഫ അവർക്ക് അല്ലാഹു നൽകുകയാണ്. പരിശുദ്ധമായ ഖുർആനും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയുമെല്ലാം കൃത്യമായി നമ്മൾ ചൊല്ലി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ യാത്ര തിരിക്കുമ്പോ മഹാന്മാരായ ബദരീങ്ങളെ അസ്മാഉൽ ബദർ ചൊല്ലി ആരംഭിക്കുന്ന ബദറിൽ രക്തസാക്ഷികളായ 14 സ്വഹാബത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതി, മടവൂർ ശൈഖുനാന്റെ പേരിൽ ഫാത്തിഹ ഓതി, അതേ മാസാന്തരത്തിൽ ഖുതുബിയ്യത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിച്ച് ഔലിയാക്കളുടെ ആണ്ടുകൾ നേർച്ചകൾ സംഘടിപ്പിച്ച് അങ്ങനെ ഓരോ വീടുകളിലും വീടിന്റെ അകത്തളങ്ങളും ദിക്റുകളെ കൊണ്ടും സ്വലാത്തുകളെ കൊണ്ടും ഹദ്ദാദി അസ്മാഉൽ ഹുസ്നകളെ കൊണ്ടും ധന്യമായപ്പോ അൽഹംദുലില്ലാഹ് വലിയ ഫലമുള്ള മജ്ലിസായി ഈ മജ്ലിസിനെ അല്ലാഹു നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം തരികയാണ്. അതുകൊണ്ട്